ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാനും സുഖമായിട്ടിരിക്കണം. തൊണ്ടയുടെ നേരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ ദിനത്തിലൊക്കെ ഉൾപ്പെട്ട സംഭവങ്ങളല്ലേ. ഓരോ ദിവസം ഓരോരോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാകും. അതൊക്കെ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, ഇതിനകത്തുള്ളതാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിലാണ് അയ്യോ എനിക്ക് ജലദോഷമാണ്, തൊണ്ടവേദനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പിന്നെ നമ്മൾ ഭയങ്കര അസുഖക്കാരായിട്ട് മാറും. അതൊക്കെ ഒരു അസുഖമൊന്നും അല്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാം. നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ അടവുകളാണ് ശരീരത്തിൻ്റെ. അത് ജലദോഷവും തുമ്മലും തൊണ്ടട ഇതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ഈ മഞ്ഞിൻ്റേതായ പൊടിയും അതിൻ്റെ ഒക്കെ കൂടിയാണ് അതൊക്കെ. ഞാനൊരു കാര്യം മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. പനി വന്നാൽ പോലും ഞാൻ ആശുപത്രി പോക്കൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. രാവിലെ വന്നിരുന്നുണ്ട് ആശുപത്രി പോണ കാര്യം പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതാണ് പറഞ്ഞു തുടങ്ങിയ പിന്നെ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. പിന്നെ എനിക്ക് പറയണതിലേക്കാളും കൂടുതൽ ആരെങ്കിലും പറയണത് കേട്ടിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചുരുക്കമാണ്. ഒരാൾ പറയണത് കേൾക്കാനുള്ള ഒരു എന്താ പറയുക, മനസ്സ് മാത്രമല്ല, അതൊരു കേൾവിക്കാർ എങ്ങനെയാണെങ്കിലും കുറവാണ്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇയാളും പറയും, എനിക്കും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയും. പക്ഷേ അവർ പറയണത് മുഴുവനും അങ്ങാടൊന്നും പറയാണ്ട് കേട്ട് ചിരിച്ച് തലയാട്ടി അങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പം എല്ലാവരും കിടന്നുറങ്ങിക്കോ കേട്ടാ. ഈ സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ. ഉറക്കം എണീറ്റെന്നാലും ബെഡ്മേന്ന് എണീറ്റ് പോരാനായിട്ടും ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണിത്. നേരം വെളുത്ത് വന്ന സമയം. അത് എത്ര രാത്രികളിൽ ഉറങ്ങാണ്ട് കിടന്നെന്നാലും ഉറങ്ങാണ്ട് കിടന്നെന്നാലും ഈ സമയം വരുമ്പോൾ നല്ല ഉറക്കം വരും. എനിക്കത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും കിടക്കാം, പക്ഷേ കിടന്നാൽ ഞാൻ അങ്ങനെ കിടന്നുറങ്ങും. അല്ല, ഇതിങ്ങനെ മനസ്സിൽ നമ്മുടെ ദേവി നമ്മുടെ കൂടെ എന്നുള്ള എന്നും വന്ന് ദേവിനെ ഇങ്ങനെ സേവിക്കണം എന്നുള്ള ഇത് മനസ്സിലുള്ളത് കൊണ്ടിട്ട് കണ്ണ് തുറന്ന അപ്പോഴത്തേനും നോക്കും 5 മണിയായ, അങ്ങനെ നോക്കും. 5 മണിയായെങ്കിൽ അപ്പം എഴുന്നേറ്റ് പോയി കുളിച്ച് റെഡിയായി ഒരു 5:45 കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പോരും. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു എന്താ പറയുക, മനസ്സിനൊരു സന്തോഷവും സമാധാനവും എല്ലാമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു എന്താ പറയുക, എല്ലാം അനുഭവിച്ചറിയണം. ബൈ.